തിരുത്തേണ്ടതെല്ലാം തിരുത്തി ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഇടതുപക്ഷം ഉയരും, തിരികെ വരും എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനാവൂ. വലിയൊരു പരാജയം നേരിടേണ്ടി വന്ന ഘട്ടത്തിൽ തീർച്ചയായും ചെയ്യേണ്ടത് തുറന്ന മനസ്സോടെ എല്ലാ വിമർശനങ്ങളെയും സ്വീകരിക്കുക അല്ലെങ്കിൽ പരിഗണിക്കുക എന്നതാണ്. കേരളത്തിലെ CPIM-ഉം പിന്നീട് കേരളത്തിലെ ഇടതുപക്ഷവും ഒക്കെ പരാജയങ്ങളെ ശരിയായി വിലയിരുത്താനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനും എപ്പോഴും പ്രത്യേകമായ വൈഭവം കാണിച്ചിട്ടുണ്ട്. ഒരു തിരിച്ചുവരവ് പാർട്ടിക്ക് സാധ്യമാകും എന്നുള്ളതിന് എന്തുറപ്പാണ് സ്വരാജുള്ളത്? അതുറപ്പാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കേരളത്തിലെ LDFൻ്റെ ഈ പരാജയം ഇവിടുത്തെ നമ്മുടെ LDF പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല, നമ്മുടെ രാജ്യത്താകെയുള്ള പുരോഗമന ചിന്താഗതി വെച്ച് പുലർത്തുന്നവർ, വർഗീയതയ്ക്കെതിരെ നമ്മുടെ രാജ്യം കരുത്താർജിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരെയെല്ലാം കുറച്ചൊക്കെ നിരാശപ്പെടുത്തുന്നതാണ്. കാരണം മതനിരപേക്ഷതയുടെ ഏറ്റവും ദൃഢമായ ഒരു ശബ്ദമായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷം, ഗവൺമെൻറ് അല്ല. അപ്പോൾ അതിനൊരു തിരിച്ചടി നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു നിരാശ, ഒരു ദുഃഖം LDF പ്രവർത്തകരിൽ മാത്രമല്ല, LDFനെ പ്രതീക്ഷയോടെ കാണുന്ന ജനങ്ങളിലൊക്കെ ഉണ്ടാവും. എനിക്ക് ഉറപ്പുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെയും തുറന്ന മനസ്സോടെ വിലയിരുത്തി തിരുത്തേണ്ടതെല്ലാം തിരുത്തി തൊട്ടടുത്ത അവസരത്തിൽ തന്നെ ഇടതുപക്ഷം കരുത്തോടെ തിരികെ വരും. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. LDF നശിച്ചു പോകണമെന്ന് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ശത്രുക്കൾ പോലും ആഗ്രഹിക്കില്ല എന്നത് ഒരു പ്രത്യേകതയുമാണ്. വലിയൊരു വിജയം നേടിയിരിക്കുകയാണ് കേരളത്തിൽ UDF. അപ്പോൾ അവരിപ്പോൾ തന്നെ ആകെ തകർന്നു പോകുന്നൊന്നും ഞാൻ പറയുകയോ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ UDF എന്നെല്ലാം കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം അവരുടെ സഹജമായ ചില രീതികൾ, ശീലങ്ങൾ കേരളം കണ്ടിട്ടുള്ളതാണ്. അത് പലപ്പോഴും അഴിമതിയും അരാജകത്വവും അനൈക്യവും കുതികാൽ വെട്ടലും ചേരിപ്പോരും എന്ന് വേണ്ട സർവത്ര അരാജകത്വത്തിൻ്റെതായ ഒരു കാലമാണ് മുൻപെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് അവർ മാറട്ടെ എന്നൊക്കെ നമുക്ക് ആശിക്കാമെന്നേ പറയാൻ പറ്റൂ. നാളെ മുതൽ തന്നെ ചില സൂചനകൾ കണ്ടു തുടങ്ങുകയും ചെയ്യും. ജനങ്ങൾ വളരെ വേഗത്തിൽ അതെല്ലാം ശരിയായി മനസ്സിലാക്കും, തിരിച്ചറിയും. പക്ഷേ ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ തന്നെ വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. പ്രതികൂലമായ സാഹചര്യങ്ങളെ അവസരമായി എടുത്ത് ശക്തമായ പ്രതിഷേധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും എല്ലാം ഒരു കാലമായിരിക്കും വരാനിരിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ സ്വരാജ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ തോൽവി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായിരിക്കുന്നത്. തോൽവി പരിശോധിച്ച് തെറ്റുകൾ തിരുത്തും എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ സ്വരാജ് വിലയിരുത്തുന്നത്? തീർച്ചയായും ഒറ്റവാക്കിൽ ഒരു കനത്ത പരാജയം കേരളത്തിൽ LDFനുണ്ടായിരിക്കുകയാണ്. ഇതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന ബംഗാളിലും തമിഴ്നാട്ടിലുമെല്ലാം ഗവൺമെൻറ്റുകൾക്ക് ഏറ്റ ഒരു തിരിച്ചടിയായി തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഒരു പൊതുവായൊരു പ്രവണത അതിലുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ കേരളത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ LDFനുണ്ടായ പരാജയം വലിയ ഒരു പരാജയമാണ്. ഇതിന് മുൻപ് 2001 വലിയൊരു പരാജയം ഉണ്ടായത്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു പരാജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ പോലെ CPIM ശക്തി കേന്ദ്രങ്ങളെന്ന് പൊതുവിൽ കരുതപ്പെടുന്ന സ്ഥലങ്ങൾ അവിടെ ഉൾപ്പെടെ പരാജയപ്പെട്ടു. അപ്പോൾ വലിയൊരു തിരിച്ചടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ഇങ്ങനെയൊരു തിരിച്ചടി അപ്രതീക്ഷിതമാണ്, ഒട്ടൊക്കെ അപ്രതീക്ഷിതമാണ്. LDF വിജയിക്കുമെന്നാണ് പൊതുവിൽ കരുതപ്പെട്ടിരുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റം വളരെ വലുതായിരുന്നു. അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ജനക്ഷേമ പദ്ധതികൾ ആളുകൾക്ക് ആശ്വാസം നൽകി. അതിനൊക്കെ ജനങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്യും, അത് സ്വാഭാവികമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമായി അതൊന്നും കടന്നു വന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചത് എന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. CPIMൻ്റെ ഒരു സംഘടനാ രീതി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോഴും പരാജയപ്പെടുമ്പോഴും അത് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നതാണ്. നമ്മളിപ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ, പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായി കൈവന്ന നേട്ടം, നാടിനുണ്ടായ നേട്ടം, ഇപ്പം നീതി ആയോഗിൻ്റെ എല്ലാ പരിശോധനകളിലും നമ്മൾ 1-ാം സ്ഥാനത്താണല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് മുൻപോട്ട് പോകുമ്പോഴും നമുക്ക് ചിലപ്പോൾ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാവാം, പിശകുകൾ സംഭവിച്ചിട്ടുണ്ടാവാം, നല്ലത് എന്ന് കരുതി സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളിൽ ചിലപ്പോൾ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടാവാം. തെറ്റുകൾക്ക് അതീതരായിട്ടുള്ള ഒരു കൂട്ടരല്ലല്ലോ നമ്മൾ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയം തീർച്ചയായും
ആഴത്തിൽ പരിശോധിച്ച് യാഥാർത്ഥ്യബോധത്തോടെ പരിശോധിച്ച് ഒരുപാട് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിലും എന്തെങ്കിലും പെശകുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. മാത്രമല്ല, എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ സമൂഹം, കേരളീയ സമൂഹം ഇടതുപക്ഷത്തിന് ഒരു ചെറിയ കുറവ് പോലും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ വലതുപക്ഷത്ത് കുറച്ചൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായാലും അതൊക്കെ സഹജമാണ്. പക്ഷേ LDF ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കണം, സംശുദ്ധമായിരിക്കണം എന്ന ഒരു കാഴ്ചപ്പാട് മലയാളികൾക്കുണ്ട്. അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല, അത് ശരിയാണ്, നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ശരികൾക്കിടയിൽ ചിലപ്പോൾ പെശകുകൾ പറ്റിയിട്ടുണ്ടാവാം, തിരുത്തേണ്ടതുണ്ടാവാം. ഒരു ദുരഭിമാനവുമില്ലാതെ അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് തിരുത്തേണ്ടതെല്ലാം തിരുത്തി ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഇടതുപക്ഷം ഉയരും, തിരികെ വരും എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനാവുക. സ്വരാജ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ എപ്പോഴും ഇടതുപക്ഷമാണല്ലോ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്നത്. ഇപ്പം നമ്മൾ പല ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ഓമനക്കുട്ടൻ 20 ഉറുപ്പ്യ ഓട്ടോറിക്ഷ കൂലിയായി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് പിരിക്കുമ്പോൾ അത് 8 കോളം വാർത്തയാകുന്നു, ദിവസേന ചർച്ചയാകുന്നു എന്നുള്ളത്. മറുപക്ഷത്ത് മുണ്ടക്കൈ ചൂരൽമല വിഷയം വരുമ്പോൾ അതേക്കുറിച്ച് അത് കോൺഗ്രസ് അല്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നു എന്നുള്ളതാണ്. പക്ഷെ ആളുകൾ ഈ തെറ്റ് നിരന്തരം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ആ ആളുകൾ ആര് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ എതിർവശത്തുള്ളവരായിരിക്കും വോക്കലാവുക എപ്പോഴും. ആ ഒരു വിമർശനം ഉൾക്കൊള്ളാതെ പോയിട്ടുണ്ടോ പാർട്ടി? എനിക്ക് തോന്നുന്നു അതുൾപ്പെടെ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഈ ഘട്ടത്തിൽ ആരെങ്കിലും ഉയർത്തിയാൽ അത് തള്ളിക്കളയേണ്ടതല്ല. വലിയൊരു പരാജയം നേരിടേണ്ടി വന്ന ഘട്ടത്തിൽ തീർച്ചയായും ചെയ്യേണ്ടത് തുറന്ന മനസ്സോടെ എല്ലാ വിമർശനങ്ങളെയും സ്വീകരിക്കുക അല്ലെങ്കിൽ പരിഗണിക്കുക എന്നതാണ്. ഇവിടെ പറഞ്ഞ വലതുപക്ഷ ജീർണതകൾ ജനം ഒരർത്ഥത്തിൽ ശീലിച്ചതാണ്, കണ്ട് ശീലിച്ചതാണ്. ഈ പറഞ്ഞ അതേ വാചകം തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് വലിയ തട്ടിപ്പ് നടത്തിയെന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ നിന്ന് കുറച്ച് തട്ടിപ്പൊക്കെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ചില ആളുകൾ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷം പൂർണ്ണമായും സംശുദ്ധമാവണം എന്ന് സമൂഹം ആഗ്രഹിക്കുന്നു. ഒരർത്ഥത്തിൽ അത് ഇടതുപക്ഷത്തിനുള്ളൊരു അംഗീകാരമാണ്. ആ നിലയിലാണ് ഞങ്ങൾ അതിനെ കാണേണ്ടത്, നമ്മളതിനെ കാണേണ്ടത്. സംഘടനാ രീതി കൂടിയാണല്ലോ ഒരു സ്വയം വിമർശനം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഘടനാ രീതി കൂടിയാണ്. അതുകൊണ്ട് പുറത്തുനിന്നൊരു വിമർശനം വരുമ്പോൾ പതറേണ്ട കാര്യം സ്വാഭാവികമായിട്ടും പാർട്ടിക്കില്ല, ഒരിക്കലും ഇല്ല. ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വരണം, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷം പരാജയപ്പെടുമ്പോൾ മാത്രമല്ല, വിജയിച്ചാലും വിമർശനങ്ങൾ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. ഈ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ആഴത്തിലുള്ള പരിശോധനകൾ നടക്കും. ഇപ്പോൾ പെശക് സംഭവിക്കുക മാത്രമല്ല, ചിലപ്പോൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയും ഉണ്ടാവാം, തെറ്റായ പ്രചാരവേലകൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവരുടെ മുൻപിൽ കൂടുതൽ അവർക്ക് ബോധ്യമാകുന്ന വിധത്തിൽ തുറന്നു കാണിക്കേണ്ടി വരും. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും അവരെ ബഹുമാനിച്ചും അവരോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുക എന്ന നിലയിൽ തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് ഇടതുപക്ഷം ചെയ്യേണ്ടത്. ചരിത്രത്തിലുടനീളം അത് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ 57 ആദ്യത്തെ ഗവൺമെൻറ് വരുന്നു, വിമോചന സമരത്തെ തുടർന്നെല്ലാം ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നു. 60 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പറയുമ്പോൾ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമത്തിന് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെൻറ് പക്ഷെ പിന്നീട് പരാജയം ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്രതീക്ഷിതമോ അല്ലെങ്കിൽ അനർഹമോ ആയ പരാജയങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ CPIM-ഉം പിന്നീട് കേരളത്തിലെ ഇടതുപക്ഷവും ഒക്കെ പരാജയങ്ങളെ ശരിയായി വിലയിരുത്താനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനും എപ്പോഴും പ്രത്യേകമായ വൈഭവം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചരിത്രത്തിലെ വലിയ പരാജയങ്ങളിൽ നിന്ന് പോലും ഉയർത്തെഴുന്നേക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞത്. ഇവിടെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് 3 പേര് BJPയിൽ നിന്ന് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖരൻ, പിന്നെ മറ്റൊരു MLA കൂടി. രണ്ടാമത്തെ കാര്യം, CPM വിമതരായി മത്സരിച്ച 3 പേര്, G സുധാകരൻ, TK ഗോവിന്ദൻ മാഷ്, കുഞ്ഞികൃഷ്ണൻ ജയിച്ചിരിക്കുന്നു. നേരത്തെ CPM വിട്ട KK രമയും CP ജോണും വിജയിച്ചിരിക്കുന്നു. അപ്പോൾ അവർ 5 പേര്, 3 പേര് BJP പക്ഷത്ത് നിന്നുള്ള അതൊരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമത്തേത് CPM-ൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടുള്ള, രാജ്യത്തെ തന്നെ ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ് പരാജയപ്പെട്ടിരിക്കുന്നു. മട്ടന്നൂരും ധർമ്മടത്തും വോട്ട് കുറഞ്ഞിരിക്കുന്നു. കൂത്തുപറമ്പും അഴീക്കോടും കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ബഹുമുഖ ചലഞ്ചായി തോന്നുന്നുണ്ടോ?
ഉണ്ട്. അത് ആഴത്തിൽ പരിശോധിക്കേണ്ടതുമാണ്, ഗൗരവത്തിൽ എടുക്കേണ്ടതുമാണ്. പറഞ്ഞ രണ്ട് കാര്യവും, ഒന്ന് BJPക്ക് ആദ്യമായി നിയമസഭയിൽ 3 അംഗങ്ങൾ വരികയാണ്. അത് ഒരു അപകട സൂചനയാണ്. മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചും കേരളീയ സമൂഹം ഒന്നടങ്കം ജാഗ്രത പാലിക്കേണ്ട ഒരു സന്ദർഭമാണ്. എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ എല്ലാ വിശദാംശങ്ങളും ഞാൻ പരിശോധിച്ചിട്ടില്ല നമ്മൾ സംസാരിക്കുമ്പോൾ, BJP ജയിച്ച 3ഇടത്തും LDF ആണ് 2ാം സ്ഥാനത്ത് അല്ലേ? അതെ, LDF ആണ് BJPയുടെ മുന്നേറ്റത്തെ തടയാൻ ശ്രമിച്ച് ഈ 3ഇടത്തും പരാജയപ്പെട്ടത്. കോൺഗ്രസിൻ്റെ വോട്ട് അത്ര കിട്ടിയെന്നൊക്കെ നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യക്തത വരിക. ഏതായാലും കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ അടിത്തറയ്ക്ക് കോട്ടം വരുത്താതെ കേരളത്തെ സംരക്ഷിക്കുക എന്ന നല്ല ഉത്തരവാദിത്വം എല്ലാ ജനാധിപത്യ പാർട്ടികളും സ്വീകരിക്കേണ്ടതാണ്. ഇടതുപക്ഷം മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്വമാണത്. ഒപ്പം എല്ലാവരും ആ കാര്യം എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യവും, ഇപ്പോൾ ജയിച്ചു വന്നതിൽ 2-3 പേർ പാർട്ടി വിട്ടുപോയവരാണ്. ഇപ്പോൾ CP ജോണിൻ്റെ കാര്യത്തിൽ വളരെ കാലം മുൻപാണത്, ഈ അടുത്ത കാലമല്ല, കുറേ കാലമായി UDFൻ്റെ ഭാഗമാണ്. എന്നാൽ മറ്റിവിടെ പരാമർശിക്കപ്പെട്ടവർ ഈ അടുത്ത കാലം വരെ പാർട്ടിയോടൊപ്പം ഉണ്ടായിരുന്നവർ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് വിട്ടുപോയവരാണ്. ആ വിഷയങ്ങൾ ഉൾപ്പെടെ ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടിൻ്റെ ശരിതെറ്റുകളിലേക്ക് ഇനി ഈ ഘട്ടത്തിൽ ഞാൻ കൂടുതൽ പറയുന്നതിൽ അർത്ഥമില്ല. അതിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ് പാർട്ടി. പക്ഷേ അവിടങ്ങളിലെ ജനങ്ങൾ CPMൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ തിരുത്തലുകൾ വരുത്തണമെന്ന് പറയുന്നതായാണ് ഈ ജനവിധി കാണുമ്പോൾ തോന്നുന്നത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രം, പാർട്ടിക്ക് പരമ്പരാഗതമായി തന്നെ വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ മറിച്ചൊരു ജനവിധി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ തുറന്ന മനസ്സോടെ സ്വയം വിമർശനത്തിന് സജ്ജരാവുകയും ജനങ്ങളുടെ യഥാർത്ഥ ചിന്ത എന്താണ്, അവരെ സ്വാധീനിച്ച ഘടകം എന്താണ്, എന്തുകൊണ്ടാണ് ഒരു പരിഭവം എന്ന പോലെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരായി വോട്ട് രേഖപ്പെടുത്തിയത്, അത് തുറന്ന മനസ്സോടെ പരിശോധിക്കേണ്ടതാണ്. പരിശോധിക്കും, തിരുത്തും. ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും ചേർത്ത് പിടിച്ച് തന്നെ ഇടതുപക്ഷം ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകും എന്ന കാര്യമാണ് ഇപ്പം നമുക്ക് ഉറപ്പിക്കാനാവുക. സ്വരാജിന് അറിയാമല്ലോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് പ്രവർത്തകരിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ അവർ ദുഃഖിതരാണെന്നല്ല, വിഷണ്ണരായിരിക്കും സ്വാഭാവികമായിട്ടും. നോക്കൂ, ഇപ്പോൾ സ്വരാജിൻ്റെ തന്നെ സ്വന്തം ജില്ല, അവിടെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് മുസ്ലിം ലീഗായാലും UDF ആയാലും ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തകർ, മലപ്പുറം ജില്ലയിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തകരുണ്ട്. കേരളത്തിലാകെ ഈ തോൽവി, ഇടതുപക്ഷത്തിൻ്റെ തോൽവിയിൽ ഇന്ത്യയിലെ അവസാനത്തെ സംസ്ഥാനവും നഷ്ടപ്പെടുന്നു എന്ന ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളുടെ ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു തിരിച്ചുവരവ് പാർട്ടിക്ക് സാധ്യമാകും എന്നുള്ളതിന് എന്തുറപ്പാണ് സ്വരാജുള്ളത്? അതുറപ്പാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കേരളത്തിലെ LDFൻ്റെ ഈ പരാജയം ഇവിടുത്തെ നമ്മുടെ LDF പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല, നമ്മുടെ രാജ്യത്താകെയുള്ള പുരോഗമന ചിന്താഗതി വെച്ച് പുലർത്തുന്നവർ, വർഗീയതയ്ക്കെതിരെ നമ്മുടെ രാജ്യം കരുത്താർജിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരെയെല്ലാം കുറച്ചൊക്കെ നിരാശപ്പെടുത്തുന്നതാണ്. കാരണം മതനിരപേക്ഷതയുടെ ഏറ്റവും ദൃഢമായൊരു ശബ്ദമായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷം, ഗവൺമെൻറ്റല്ല. അപ്പോൾ അതിനൊരു തിരിച്ചടി നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു നിരാശ, ഒരു ദുഃഖം LDF പ്രവർത്തകരിൽ മാത്രമല്ല, LDFനെ പ്രതീക്ഷയോടെ കാണുന്ന ജനങ്ങളിലൊക്കെ ഉണ്ടാവും. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഓരോ തവണ പരാജയം ഉണ്ടാകുമ്പോഴും അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ അസാധാരണമായ ഒരു കരുത്ത് പ്രകടിപ്പിച്ച സംവിധാനമാണ് LDFും അതിനെ നയിക്കുന്ന CPIയും. ഇപ്പോൾ ഒരിക്കൽ ബഹുമാന്യനായ AK ആൻ്റണി LDF ഒരു വലിയ പരാജയം നേരിട്ടപ്പോൾ പുറപ്പെടുവിച്ചൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇനിയൊരു 100 കൊല്ലത്തേക്ക് കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ 5 കൊല്ലം പോലും കാത്തിരിക്കേണ്ടി വന്നില്ല. ഭരണം വിട്ടുപോകും. അതെ, അദ്ദേഹത്തിന് ഭരണത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതായി വന്നു. 77 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 0 സീറ്റാണ് CPIഎമ്മിന് കിട്ടിയത്, 0 സീറ്റാണ്. പക്ഷേ 3 വർഷം തികയുന്നതിന് മുൻപ് കേരളത്തിൽ സഖാവ് നായനാർ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നു. ഈ അടുത്ത സമയത്ത് തന്നെ 2019 നമുക്ക് പാർലമെൻറ്റ് ഇലക്ഷനിൽ 1 സീറ്റായിരുന്നല്ലോ, അന്ന് ആലപ്പുഴ മാത്രമാണ് ജയിച്ചത്.
പക്ഷേ 21-ൽ 99 സീറ്റ് നേടി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചു. അപ്പോൾ ഒരു പരാജയത്തെ മറികടക്കാൻ ഏതാനും മാസങ്ങളുടെ കാലം മാത്രമേ LDFന് വേണ്ടി വന്നിട്ടുള്ളൂ കേരളത്തിൽ. വലിയ പരാജയങ്ങളെ മറികടക്കാൻ, അധികാരത്തിലേക്ക് തിരികെ വരാൻ ഒക്കെ. അപ്പോൾ ഇപ്പോൾ 2001-ലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനു മുൻപ് ഇതുപോലെ ഒരു വലിയ പരാജയം, 2011-ലെ പരാജയം അത്ര വലിയതല്ല, 68 സീറ്റെന്ന് കിട്ടി. 2001-ലാണ് വലിയൊരു പരാജയം മുൻപുണ്ടായത്. എനിക്ക് തോന്നുന്നു 40 സീറ്റോ മറ്റോ ആണ് അന്നും കിട്ടിയത്. അത് കഴിഞ്ഞൊരു 3 വർഷം തികയുന്നതിന് മുൻപാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 18 സീറ്റും, കേരളത്തിൻ്റെ ചരിത്രത്തിലെ മഹാവിജയം. അന്ന് കോൺഗ്രസിന് 0 സീറ്റായിരുന്നു. അപ്പോൾ ഒരു പരാജയത്തെ നേരിട്ട് ആ പരാജയത്തിൻ്റെ ആഘാതത്തിൽ നിന്നും വിമുക്തി നേടി വലിയൊരു വിജയത്തിലേക്ക് കടന്നു വരാൻ താരതമ്യേന കുറഞ്ഞ സമയം മാത്രമേ കേരളത്തിൽ നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. എനിക്ക് ഉറപ്പുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെയും തുറന്ന മനസ്സോടെ വിലയിരുത്തി തിരുത്തേണ്ടതെല്ലാം തിരുത്തി തൊട്ടടുത്ത അവസരത്തിൽ തന്നെ ഇടതുപക്ഷം കരുത്തോടെ തിരികെ വരും. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. LDF നശിച്ചു പോകണമെന്ന് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ശത്രുക്കൾ പോലും ആഗ്രഹിക്കില്ല എന്നത് ഒരു പ്രത്യേകതയുമാണ്. ഒരൊറ്റ കാര്യം കൂടി, ഈ പാർട്ടി തിരുത്തുന്നില്ല എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണോ പാർട്ടി കേന്ദ്രങ്ങളിൽ പാർട്ടിക്ക് ഇതുവരെ വോട്ട് ചെയ്തിരുന്നവർ ഇപ്പോൾ പാർട്ടിക്കെതിരായി വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തുന്നു? ഞാനതിലൊരു അവസാന അഭിപ്രായം പറയുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള, വൻതോതിൽ സ്വാധീനമുള്ള ചിലയിടങ്ങളിലെങ്കിലും പാർട്ടിയോടൊപ്പം നിന്ന പാർട്ടി അനുഭാവികളോ ബന്ധുക്കളോ സഖാക്കളോ ഒക്കെ ആയിട്ടുള്ളവരിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അവർ കാര്യങ്ങളെ മറ്റൊരു തരത്തിൽ ആയിരിക്കാം ഒരുപക്ഷെ വൻതോതിലുള്ള പ്രചാരവേലയുടെയൊക്കെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും പാർട്ടിയിൽ നിന്നും ചില തിരുത്തലുകൾ ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു ദുരഭിമാനമോ ഒരു പിടിവാശിയോ CPIM പുലർത്തില്ല. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കും. പ്രത്യേകിച്ച് പാർട്ടിയുടെ അഭ്യുദയകാംക്ഷികളായ, പാർട്ടിയോടൊപ്പം നിന്ന ഒരു ജനവിഭാഗത്തിൻ്റെ അഭിപ്രായങ്ങളെ, അവരുടെ ചിന്തയെ മുഖവിലക്കെടുത്ത് അതിനെ മാനിച്ചുകൊണ്ട് ശരിയായ പരിശോധനകളും തിരുത്തലുകളും സ്വീകരിക്കും. താങ്കളുടെ കാഴ്ചപ്പാടിൽ പാർട്ടി പ്രവർത്തകർ എങ്ങനെയാണ് ഇനിയുള്ള നാളുകൾക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത്? ഉദാഹരണത്തിന് കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ തുടരുന്നു. ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് സ്വീകാര്യമായ പാർട്ടിയൊന്നും അല്ല, ഫാഷിസ്റ്റ് സ്വഭാവം പുലർത്തുന്ന പാർട്ടിയാണ്. എങ്കിൽ പോലും ഒരു BJP വിരുദ്ധതയുള്ള പാർട്ടി എന്ന് അവകാശപ്പെടുന്ന തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോവുകയും BJP അധികാരത്തിൽ വരികയും ചെയ്യുന്നു. DMK BJP വിരുദ്ധ പക്ഷത്ത് അടിയുറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. അത് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്നുള്ള വിഷയമുണ്ട്. മറ്റൊന്ന്, അസമിൽ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി കോൺഗ്രസ് BJP അധികാരത്തിൽ തുടരുന്നു എന്ന്. പോണ്ടിച്ചേരിയിൽ BJP മുന്നണി അധികാരത്തിൽ തുടരുന്നു. കേരളത്തിൽ ഇതെന്താകുമെന്ന് നമുക്കറിയില്ല. കാരണം കേരളത്തിലെ UDF നിരന്തരമായ കലഹത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. ഇത് കഷണമാവുമോ പല കഷണങ്ങളാവുമോ എന്നൊന്നും അറിയില്ല. പോട്ടെ, അത് അവർ തീരുമാനിക്കട്ടെ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രവർത്തകരെങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ഇടതുപക്ഷ പ്രവർത്തകരെങ്ങനെയാണ് സ്വരാജിൻ്റെ അഭിപ്രായത്തിൽ ഒരുങ്ങേണ്ടത്? തീർച്ചയായും കേരളത്തിലെ LDFൻ്റെ പരാജയം പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു ഇടതുപക്ഷ പ്രവർത്തകനെ ആകുലപ്പെടുത്തുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിലും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഫലം. അത് ഇപ്പോൾ മുൻപ് BJP മന്ത്രിസഭയിൽ അംഗമൊക്കെ ആയിരുന്നുവെങ്കിലും കുറച്ചായി തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും BJPക്കെതിരെ ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഒരു മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖമായിരുന്നു സ്റ്റാലിൻ തന്നെ ഇപ്പോൾ പരാജയപ്പെടുന്നു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കേരളം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പോൾ ശക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മതനിരപേക്ഷ ബദൽ ഉയർത്തിപ്പിടിക്കുന്നതിന് നേതൃത്വം കൊടുത്ത സംസ്ഥാന ഗവൺമെൻറ്റുകൾ എല്ലാം ഇപ്പോൾ ഇവിടെ പരാജയപ്പെടുന്നു. അത് ദേശീയ രാഷ്ട്രീയത്തിൽ ചെലുത്തുന്ന സ്വാധീനവും ചെറുതായിരിക്കില്ല. സ്വാഭാവികമായും ഇനി അങ്ങോട്ട് രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം സംരക്ഷിക്കാൻ വർഗീയ ഫാസിസ്റ്റ് സമീപനങ്ങൾക്കെതിരായിട്ടുള്ള സമരം, ഒപ്പം കേരളത്തിൽ ഇപ്പോൾ ഞാൻ മുൻവിധിയിലേക്ക് കടക്കുന്നില്ല, വലിയൊരു വിജയം നേടിയിരിക്കുകയാണ് കേരളത്തിൽ UDF. അപ്പോൾ അവരിപ്പോൾ തന്നെ ആകെ തകർന്നു പോകുന്നൊന്നും ഞാൻ പറയുകയോ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ UDF എന്നെല്ലാം കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം അവരുടെ സഹജമായ ചില രീതികൾ, ശീലങ്ങൾ കേരളം കണ്ടിട്ടുള്ളതാണ്. അത് പലപ്പോഴും അഴിമതിയും അരാജകത്വവും അനൈക്യവും കുതികാൽ വെട്ടലും ചേരിപ്പോരും എന്ന് വേണ്ട സർവത്ര അരാജകത്വത്തിൻ്റെതായ ഒരു കാലമാണ് മുൻപെല്ലാം ഉണ്ടായിട്ടുള്ളത്.
അതിൽ നിന്ന് അവർ മാറട്ടെ എന്നൊക്കെ നമുക്ക് ആശിക്കാമെന്നേ പറയാൻ പറ്റൂ. നാളെ മുതൽ തന്നെ ചില സൂചനകൾ കണ്ടു തുടങ്ങുകയും ചെയ്യും. ജനങ്ങൾ വളരെ വേഗത്തിൽ അതെല്ലാം ശരിയായി മനസ്സിലാക്കും, തിരിച്ചറിയും. പക്ഷേ ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ തന്നെ വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. പ്രതികൂലമായ സാഹചര്യങ്ങളെ അവസരമായി എടുത്ത് ശക്തമായ പ്രതിഷേധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും എല്ലാം ഒരു കാലമായിരിക്കും വരാനിരിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിന് മാനസികമായി തയ്യാറെടുക്കും ഇപ്പോൾ തന്നെ ഇടതുപക്ഷ പ്രവർത്തകർ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നതും. സ്വാഭാവികമായിട്ടും സ്വരാജ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ചവരുണ്ടാവും, പ്രവർത്തകരാകെയുണ്ട്, അതുപോലെ തന്നെ അനുഭാവികളായിട്ടുള്ളവരുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു അഭിവാദ്യം സ്വരാജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമല്ലോ അല്ലേ അവരുടെയൊക്കെ? തീർച്ചയായിട്ടും വലിയൊരു പരാജയം നേരിടുമ്പോഴും ഇപ്പോൾ ചിലയിടത്തൊക്കെ ചെറിയ വോട്ടുകൾക്കൊക്കെയാണ് തോറ്റുമെന്ന് കാണുന്നത്. ഞാൻ എല്ലാ കണക്കും നോക്കിയിട്ടില്ല. ഇപ്പോൾ കടക്കൂട്ടത്ത് 20 വോട്ടിന് ഒറ്റ തോറ്റു എന്ന് പറഞ്ഞു. ശരിയാണോ കണക്കെന്ന് എനിക്ക് ഉറപ്പില്ല, അങ്ങനെ കേട്ടു. അപ്പോൾ വലിയൊരു കൊടുങ്കാറ്റ് വീശിയപ്പോഴും പല മണ്ഡലങ്ങളിലും നല്ല സമരം, നല്ല തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തി വിജയത്തോട് അടുത്തെത്തി പരാജയപ്പെട്ടു. ചിലയിടങ്ങളിൽ വലിയ കനത്ത പരാജയം ഏറ്റുവാങ്ങി. ഈ ഒരു കുത്തൊഴുക്കിനിടയിലും 10-35 സീറ്റുകളിൽ ജയിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ പ്രതികൂലമായ സാഹചര്യത്തിൻ്റെ മുൻപിലും അങ്ങനെ പതറിപ്പോകാതെ ധീരമായി പൊരുതിയ ആളുകളാണ് ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ. ഒരു പരാജയത്തിൽ അങ്ങനെ തകർന്നു പോവുകയോ ക്ഷീണിക്കുകയോ ചെയ്യുന്നവരല്ല അവർ. എങ്കിലും അവരെല്ലാം അഭിവാദ്യം ചെയ്യുന്നു. ഇടതുപക്ഷത്തിന് ഒരു ചെറിയ പരാജയം വന്നാലും തരക്കേടില്ല, അവർ തിരുത്തി കൂടുതൽ കരുത്തോടെ വരും. അതുകൊണ്ട് ഇപ്പോൾ ഒരു പരാജയം ഇരിക്കട്ടെ എന്ന് കരുതി ആരെങ്കിലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നല്ല ഉണ്ട്. അവരോടും പ്രത്യേക വിരോധമൊന്നുമില്ല. അവരുടെയും സ്വദേശം കരുതി നമുക്കതും സ്വീകരിക്കാവുന്നതാണ്. കാരണം ഒരു പക്ഷെ അങ്ങനെയും കരുതിയിട്ടുണ്ടാവും ആളുകൾ. LDF ഇപ്പോൾ 2 തവണയായി തുടർച്ചയായി ജയിക്കുകയാണ്. കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. 10 വർഷം തുടർച്ചയായി ഇടതുപക്ഷം കേരളം ഭരിച്ചു. അതൊരു വലിയ ചരിത്രമാണ്. അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. 10 വർഷം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിൽ ഒരാളിരുന്നത് വേറൊരു അനുഭവം ഇല്ല. അപ്പോൾ പലതരത്തിലുള്ള പ്രചാരവേലകളുണ്ടല്ലോ. തുടർച്ചയായി ഇങ്ങനെ അധികാരത്തിലിരുന്നാൽ ഒരു ഭരണ പാർട്ടിയായിട്ട് മാറും. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്ത് കുറഞ്ഞു പോകും. അതുകൊണ്ട് എൻ്റെ പാർട്ടി കരുത്ത് കുറയാതെ നിൽക്കണമെങ്കിൽ ഒരു 5 കൊല്ലം പ്രതിപക്ഷത്തിരിക്കട്ടെ എന്നൊക്കെ ചിന്തിക്കാം ആളുകൾ. ആ ചിന്തയും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ LDF കൂടുതൽ കരുത്ത് ഉണ്ടാവാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ ശക്തിപ്പെടാൻ ചില തിരുത്തലുകളും ഇടയ്ക്കൊന്ന് പ്രതിപക്ഷത്തിരിക്കുന്നതൊക്കെ നല്ലതാണ് എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു വലിയ മഹാ അപരാധമല്ല. അങ്ങനെയുള്ളവരുടെ കൂടി പിന്തുണയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അവരെയെല്ലാം സ്വീകരിച്ചും ഉൾക്കൊണ്ടും ചേർത്ത് പിടിച്ചും കേരളത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്കും പുരോഗതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി CPIM ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധതയോടെ പൊരുതും, മുന്നോട്ട് പോകും. ഏതെങ്കിലും തരത്തിലൊക്കെ പരിഭവിച്ചോ അല്പം അകന്നോ നിൽക്കുന്നവരുടെ എല്ലാം പിന്തുണ ആർജിക്കും. അവരുടെ എല്ലാം പ്രസ്ഥാനമായി ഇടതുപക്ഷം മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ എല്ലാ പ്രതിസന്ധിയും അതിജീവിക്കാൻ ഈ 35 മതി. ഈ 35 പേരും മികവുറ്റ 35 പേരാണ്. അതെ അതെ, തീർച്ചയായിട്ടും നല്ല പാർലമെൻ്ററി അനുഭവങ്ങളുള്ളവർ, നല്ല കരുത്തുള്ളവർ. ഇപ്പോൾ BJPയും UDFും കൂടി 105 പേര് മറുപക്ഷത്തുണ്ടെങ്കിലും ജനങ്ങളുടെ താല്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കാനും അവർക്ക് വേണ്ടി പോരാടാനും ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ റോൾ ക്രിയാത്മകമായി നിർവഹിക്കാനും കഴിവുള്ള 35 പേർ തന്നെയാണുള്ളത്. അവർ ആ ഉത്തരവാദിത്വം നിറവേറ്റും. സ്വരാജ്, വളരെ നന്ദി സഹകരിച്ചത്.